എട്ടാം ശമ്പള പരിഷ്കരണത്തിന് 2027 പകുതി വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ മറുപടിയിൽ ചർച്ചകൾ ഉയരുന്നുണ്ട്. ശമ്പള കമ്മീഷന്റെ പ്രവർത്തന രീതികളും ആഭ്യന്തര തീരുമാനങ്ങളും സ്വതന്ത്രമാണെന്ന് വ്യക്തമാക്കിയതോടെ ജീവനക്കാർ പ്രതീക്ഷയിലാണ്. എട്ടാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർ. ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കരുതിയെങ്കിലും 2027 പകുതി വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യസഭയിൽ MP ജാവേദ് അലി ഖാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി നൽകിയ മറുപടിയിലാണ് സർക്കാർ വിഷയത്തിൽ വ്യക്തത വരുത്തിയത്. ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കുന്നതിൽ ഫിറ്റ്മെന്റ് ഫാക്ടറുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. 2.57 ആയിരുന്നു ഏഴാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ. ഇതുപ്രകാരം ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം 18,000 രൂപയായി ഉയർന്നിരുന്നു. എന്നാൽ എട്ടാം ശമ്പള കമ്മീഷനിൽ ഇത് 3.68 ഉയർത്തണമെന്നാണ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം. ചില സംഘടനകൾ ഇത് 3 മുതൽ 3.5 വരെയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഫിറ്റ്മെന്റ് ഫാക്ടർ നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന ഫാമിലി യൂണിറ്റ് പരിധി ഉയർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. നിലവിൽ ജീവനക്കാരൻ, പങ്കാളി, കുട്ടികൾ എന്നിങ്ങനെ 3 യൂണിറ്റ് അടിസ്ഥാനമാക്കിയാണ് ഫാമിലി യൂണിറ്റ് കണക്കാക്കുന്നത്. എന്നാൽ ജീവനക്കാരുടെ പ്രായമായ മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇത് 5 അംഗങ്ങളുള്ള ഫാമിലി യൂണിറ്റാക്കി ഉയർത്തണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. ശമ്പള കമ്മീഷന്റെ പ്രവർത്തന രീതികളും ആഭ്യന്തര തീരുമാനങ്ങളും സ്വതന്ത്രമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. 2025 നവംബർ 3 പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് സ്വന്തമായി പ്രവർത്തന നടപടിക്രമങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കമ്മീഷനുണ്ട്. കമ്മീഷൻ നടത്തുന്ന ചർച്ചകൾ, യോഗങ്ങൾ അല്ലെങ്കിൽ ജീവനക്കാരുടെ സംഘടനകളുമായി നടത്തുന്ന കൂടിക്കാഴ്ചകൾ എന്നിവയെക്കുറിച്ച് സർക്കാരിന് കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന് നിബന്ധനയില്ലെന്നും അതിനാൽ ഇതുവരെ എത്ര യോഗങ്ങൾ ചേർന്നു എന്നതിനെക്കുറിച്ചോ ഏതൊക്കെ സംഘടനകളുമായി കമ്മീഷൻ ചർച്ച നടത്തി എന്നതിനെക്കുറിച്ചോ സർക്കാരിന്റെ പക്കൽ നിലവിൽ വിവരങ്ങളില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. 2025 നവംബർ 3 കമ്മീഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നത്. രൂപീകരിച്ച് 18 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇതനുസരിച്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അവസാന തീയതി 2027 മെയ് 3. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കേന്ദ്ര മന്ത്രിസഭ അത് വിശദമായി പരിശോധിച്ച് ഭേദഗതികളോടെയോ അല്ലാതെയോ അംഗീകരിക്കും. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.